അവരെല്ലാരും പോയമ്മ. ഞാൻ ഇപ്പൊ ഒറ്റയ്ക്കേ ഉള്ളൂ. പേടിയൊന്നുമില്ല. അമ്മ ചുമ്മാ ഇരിക്കണേ, ഇങ്ങോട്ട് വാ. എപ്പോഴേ ഞാൻ വിചാരിച്ചൊരു മനസമാധാനം ഇല്ലാതാ പോയത്. യാത്ര പോലും സുരഭി എന്തോ ഉണ്ടായേ? അവനെവിടെ? ആരാ മോളെ? അമ്മ, കഴിഞ്ഞ ദിവസം കട്ട വെക്കാൻ വേണ്ടി ഇവിടെ ഒരാൾ വന്നില്ലേ? അവനാ? എന്നിട്ട് ഇവിടെ ആളിലൊന്ന് മനസ്സിലായതോട് അടുക്കളയിൽ കയറി മോഷ്ടിക്കാൻ കയറി. അവനെ ഉപദ്രവിച്ചോ? ചിരിക്കുന്നോ കൊച്ചേ? അവ വല്ലതും ചെയ്തോന്ന് നിന്നെ? അയാൾ എന്നെ ഒന്നും ചെയ്തില്ല, പക്ഷെ ഞാൻ അയാൾക്ക് നല്ലത് കൊടുത്തിട്ടുണ്ട്. അയ്യോ എന്തോന്ന്? എല്ലാം കൂടെ രാമേശ്വരത്തോട് കുറ്റിയും പറിച്ചോണ്ട് പോയിട്ടുണ്ട്. ഒരു 3-4 ദിവസം ഇവിടെ ഉണ്ടിറങ്ങി മോട്ടിക്കാനുള്ള വകുപ്പുണ്ട്. എല്ലാം ഒന്ന് തൂത്തുവാരിക്കൊണ്ട് ഇറങ്ങണം. ഞാൻ ഇവിടെ ഉള്ളപ്പോഴേ നീ ഈ വീട്ടിൽ നിന്ന് ഒരു മൊട്ടു സൂചി പോലും കൊണ്ടുപോകില്ല. ഇവരവിടെ പോയില്ലേ? പോയില്ല. പോയി പോസ്റ്റിലുണ്ടായിരുന്നു പോകുന്നു. ആണോ? അയ്യോ, അതെങ്ങനെ? ശിവരുടെ വീട്ടിൽ മോട്ടിക്കാൻ കയറി മൊത്തത്തിൽ തൂത്ത് വരിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ തടസ്സം പിടിക്കാൻ നിൽക്കരുത്. ഊതിയെ പറന്നു പോകുന്ന പെമ്പിളരെ നീ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലേ ഈ സുരഭി അങ്ങനെ അല്ല. ഇതെങ്ങനെയാണോ? അയ്യോടാ, കാണിച്ചു തരണം. നിങ്ങൾ കാണിച്ചു തരാം. ഇതൊരു പെണ്ണാണോ ഇത്? ഭയങ്കരി. ആള് കൊള്ളാവില്ല. അപ്പൊ നീ നല്ല കാര്യമായിട്ട് അവനിട്ട് കൊടുത്തു അല്ലേ? കൊടുത്തു. പ്രശോഭേ, നീ ഏതായാലും ഒരു കാര്യം ചെയ്. എത്രയും വേഗം പോലീസ് സ്റ്റേഷൻ ഒന്ന് വിളിച്ചു പറ. എന്നിട്ട് റിട്ടേൺ ആയിട്ടൊരു പരാതിയും കൊടുക്കുക. അവനെ പിടിച്ചകത്തിടാൻ പറ. അമ്മ, അവനെ കണ്ടുപിടിക്കാൻ വലിയ താമസമൊന്നും വേണ്ട. നേരെ ജില്ലാ ആശുപത്രി പോയി അവിടെ നോക്കിയാൽ മതി. അവ അവിടെ കാണും. അമ്മാതിരി അടിയായിരിക്കും കൊടുത്തത്. ഏതായാലും ശരി. ലക്ഷ്മി, ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോന്ന് അടിച്ചു വിടുമ്പോഴേ ഈ വായിക്കുന്നവന്മാര് കള്ളന്മാരാണോ കൊള്ളക്കാരാണോ കൊലയാളികളാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക. വരുന്നതും പോകുന്നതും വഴിയേ പോകുന്നതും എല്ലാം അടിച്ചു വിടരുത്. അപ്പോഴാ ഇതുപോലുള്ള കാര്യങ്ങളോ സംഭവിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ നമ്മളെ യാത്ര യാത്രയൊക്കെ ഏതായാലും ഇനി ഒരു ദിവസം ആകാം. ആർക്കറിയാം, രാമേശ്വരത്ത് അവളും കൂടെ വരണമെന്നുള്ളത് ഈശ്വര നിശ്ചയമായിരിക്കും. മനസ്സിലായല്ലോ? എന്നാ ഞാൻ അങ്ങോട്ട്. എന്റെ പൊന്നോ, തൃപ്തിയായല്ല. ദോ വണ്ടി കിടക്കണം, സൈഡ് സീറ്റും ഉണ്ട്, കാഴ്ച ഉണ്ട്, പൊയ്ക്കാം. ഓ അല്ലേ, ഒരു സെൽഫി എടുത്തിട്ട് പോയാലോ? ഇത്ര ഉണ്ടായിട്ട് നീ ഒന്നും പഠിച്ചില്ലല്ലേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.